ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരു LED ഫ്ലാഷർ സർക്യൂട്ട് അഥവാ ആസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റിൻ്റെ സർക്യൂട്ടാണ്. ഇതിന് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് രണ്ട് NPN ട്രാൻസിസ്റ്റേഴ്സ് 9014, രണ്ട് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റേഴ്സ് 22 മൈക്രോഫാരഡ്, രണ്ട് റെഡ് LEDs ക്ലിയർ ലെൻസ്, രണ്ട് 510 ഓംസിൻ്റെ റെസിസ്റ്റേഴ്സ്, രണ്ട് 33 കിലോ ഓംസിൻ്റെ റെസിസ്റ്റേഴ്സ്, പിന്നെ ഒരു ബ്രെഡ് ബോർഡ്, കുറച്ച് ജമ്പർ വയേഴ്സ്. എത്രയുമാണ്. ഓക്കെ, ഇനി നമുക്ക് സർക്യൂട്ടിൻ്റെ അസംബ്ലിങ് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിന് ഞാൻ രണ്ട് പാർട്ടായിട്ടാണ് ഇത് ചെയ്യുന്നത്. ട്രാൻസിസ്റ്റർ Q1 ഉൾപ്പെടുന്ന ഒരു ഭാഗവും ട്രാൻസിസ്റ്റർ Q2 ഉൾപ്പെടുന്ന മറ്റൊരു ഭാഗവും. അതിനായി ഫസ്റ്റ് ട്രാൻസിസ്റ്റർ നമുക്ക് ബ്രെഡ് ബോർഡിലേക്ക് അറ്റാച്ച് ചെയ്യാം. അതിനുശേഷം ഇതിൻ്റെ എമിറ്ററിൽ നിന്നും ഒരു കണക്ഷൻ ഇതിൻ്റെ നെഗറ്റീവ് സപ്ലൈയിലേക്ക് കൊടുക്കുന്നു. അടുത്തതായി നമുക്ക് സർക്യൂട്ടിൽ LED അറ്റാച്ച് ചെയ്യാം. അതിന് LEDയുടെ നെഗറ്റീവ് ഭാഗം ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടറിൽ വരുന്ന രീതിയിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ പോസിറ്റീവ് ലെഗിലേക്ക് ഒരു പോസിറ്റീവ് സപ്ലൈ സർക്യൂട്ടിൽ നിന്നും അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അത്രയും ഭാഗം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അതിനായി LEDയുടെ നെഗറ്റീവ് പിന്നിലേക്ക് കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് വരുന്ന രീതിയിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, അത്രയും ഭാഗം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവ് ഭാഗത്തു നിന്നും ഒരു 33 കിലോ ഓംസിൻ്റെ റെസിസ്റ്റർ പോസിറ്റീവ് ലെഗിൽ നിന്നും പോസിറ്റീവ് സപ്ലൈയിൽ നിന്നും കണക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് പാർട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സെയിം വേ നമുക്ക് സെക്കൻഡ് പാർട്ട് കൂടി കംപ്ലീറ്റ് ചെയ്യാം. അതിനായി ട്രാൻസിസ്റ്റർ Q2 ഇതിലേക്ക് അറ്റാച്ച് ചെയ്യുകയാണ്. ഒരു നെഗറ്റീവ് സപ്ലൈയിൽ നിന്നും കേബിൾ എമിറ്ററിലേക്ക് അറ്റാച്ച് ചെയ്യുന്നു. അതിനുശേഷം LEDയുടെ നെഗറ്റീവ് കളക്ടറിലേക്ക് വരുന്ന ഭാഗത്ത് ട്രാൻസിസ്റ്റർ Qൻ്റെ കളക്ടറിലേക്ക് വരുന്ന രീതിയിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇനി ട്രാൻസിസ്റ്ററിൻ്റെ പോസിറ്റീവ് ലെഗിലേക്ക് 510 ഓംസിൻ്റെ റെസിസ്റ്റർ പോസിറ്റീവ് സപ്ലൈയിൽ നിന്നും അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അടുത്തതായി ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് ലീഡ് LEDയുടെ നെഗറ്റീവിലേക്ക് വരുന്ന രീതിയിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇനി 33 കിലോ ഓംസിൻ്റെ ഒരു റെസിസ്റ്റർ പോസിറ്റീവ് സപ്ലൈയിൽ നിന്നും കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവ് ലീഡിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ സെക്കൻഡ് പാർട്ടും കംപ്ലീറ്റ് ആയിരിക്കുന്നത്. ഇനി നമുക്ക് Q1ൻ്റെ ബേസിൽ നിന്നും Q2 ഉൾപ്പെടുന്ന ഭാഗത്തെ കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവ് ലീഡിലേക്ക് ഒരു കണക്ഷൻ കൊടുക്കുന്നു. സെയിം വേ Q2ൻ്റെ ബേസിൽ നിന്നും Q1 ഉൾപ്പെടുന്ന ഭാഗത്തെ കപ്പാസിറ്ററിൻ്റെ
നെഗറ്റീവ് ലീഡിലേക്ക് ഒരു കണക്ഷൻ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ സർക്യൂട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൽ പവർ സപ്ലൈ കൊടുത്ത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ പവർ സപ്ലൈ നമ്മുടെ സർക്യൂട്ടിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ സ്വിച്ച് ഒന്ന് ഓണാക്കി നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ സർക്യൂട്ട് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. അത് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇത്രയുമാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയൊരു സർക്യൂട്ടുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.